ഹലോ ഹേ എവരിവൺ, എല്ലാവർക്കും KSRB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു വലിയൊരു അപ്ഡേറ്റുമായിട്ടാണ് അല്ലേ. നിങ്ങളെല്ലാം വിചാരിക്കുക എന്തുമായിരിക്കും ഈ അപ്ഡേറ്റ്സ് എന്നല്ലേ. അതായത് നമ്മുടെ PSC ഭാഗത്തു നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ കുറേ നാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലെ. അതേപോലെ നോട്ടിഫിക്കേഷൻ അടുത്തിടെ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത്തരത്തില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അങ്ങനെ ഒരു നിരവധി തസ്തികകളിലേക്ക് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ PSCയുടെ ഭാഗത്ത് പുതിയൊരു നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ അടുത്തിടെ November 10 ചേർന്നിട്ടുണ്ടായിരുന്ന യോഗത്തില് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോലീസിലേക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഈ പറയുന്ന 10-ാം തീയതി ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ നമ്മുടെ വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലോട്ട് പോയാലോ? സെറ്റ് അല്ലേ? അപ്പൊ നോക്കിയേ, നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് അടുത്തിടെ ഇറക്കിയിട്ടുണ്ടായത് നോട്ടിഫിക്കേഷൻ അല്ലെ, ഒരു അപ്ഡേറ്റ് ആണ് കാണാൻ സാധിക്കുന്നത് അല്ലെ. ഒരു നോട്ടീസാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രസിദ്ധീകരണം നോക്കിക്കഴിഞ്ഞാൽ 2025 November 10 ചേർന്ന കമ്മീഷന്റെ തീരുമാനത്തില് യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ്, പോലീസ് വകുപ്പില് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള താഴെ പറയുന്ന 54 കാറ്റഗറികളിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിട്ടുള്ളത്. നിങ്ങളെ സന്തോഷമായി കാണുമല്ലോ അല്ലെ. എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും നാളായിട്ട് കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ തന്നെ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ അല്ലെ, കേരള പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ എന്നീ പറയുന്ന തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. നോക്കാം. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലങ്ങളിൽ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലുള്ള അസിസ്റ്റന്റ്. രണ്ടാമതായിട്ട് പോലീസ് വകുപ്പിലെ ആംഡ് പോലീസ് ബറ്റാലിയൻ ആൻഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി കാറ്റഗറി 1 ഓപ്പൺ മാർക്കറ്റ്, കാറ്റഗറി 2 കോൺസ്റ്റബിളറി എന്നീ പറയുന്ന ഭാഗം. മൂന്നാമതായിട്ട് പോലീസ് വകുപ്പിലെ കേരള സിവിൽ പോലീസിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി 1 ഓപ്പൺ മാർക്കറ്റ്, കാറ്റഗറി 2 മിനിസ്റ്റീരിയൽ, കാറ്റഗറി 3 കോൺസ്റ്റാബുലറി എന്ന് പറയുന്ന മൂന്നാമത്തെ പോയിന്റ് കാണാൻ വേണ്ടി സാധിക്കും. നാലാമത് നോക്കിക്കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ ട്രെയിനിങ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നാച്ചുറൽ സയൻസ്. നാലാമതായിട്ട് അല്ലെ, ഒരു അഞ്ചാമതായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പില് ഗവൺമെന്റ് പോളിടെക്നിക്കുകളിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി. ആറാമതായിട്ട് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ. ഏഴാമതായിട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ മാനേജറും. എട്ടാമതായിട്ട് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പില് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ജിയോളജി. അതിൽ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി ടീച്ചർ ജിയോളജി പറഞ്ഞിരുന്നു അല്ലെ. ഒമ്പതാമതായിട്ട് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ നോൺ വെക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി. എന്നിങ്ങനെ ഒരുപാട് തസ്തികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പൊ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ലിമിറ്റഡില് ഓവർസിയർ ഗ്രേഡ് 1, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡില് ഡ്രാഫ്റ്റ്മാന്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റില് മത്സ്യബന്ധന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് KMML അല്ലേ കുക്ക് ഗ്രേഡ് 2. അങ്ങനെ ഒരുപാട് പട്ടികജാതി വികസന വകുപ്പിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്നൊക്കെ പറഞ്ഞ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1, സൂപ്രണ്ട്, സബ് ജയിലർ, സൂപ്പർവൈസർ, ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ എന്നീ പറഞ്ഞ ഒരുപാട് തസ്തികയിലേക്കാണ്. മൊത്തത്തിൽ 54ഓളം തസ്തികയിലേക്ക് എത്രയാണ് അല്ലെ, 54 കാറ്റഗറിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത് അല്ലെ. നമുക്കറിയാം, ഒരു ഡിഗ്രി വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് പ്രധാനമായിട്ട് എഴുതുന്ന PSC എക്സാമിനേഷൻസിനകത്ത് ഒന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, മറ്റൊന്നാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെ, പിന്നെ പറയുന്നത് സെക്രട്ടേറിയറ്റ് അല്ലെ. പ്രധാനമായിട്ട് നമ്മൾ എഴുതുന്ന എക്സാമിനേഷനുകളിൽ ഒന്നാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. നിയമനങ്ങളുടെ കാര്യത്തിൽ നോക്കിയാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമനങ്ങളൊക്കെ വരുന്ന ഒന്നാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതുകൊണ്ട് ബന്ധപ്പെട്ട വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ യുവാക്കളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലെ. നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരുപാട് പേർക്കാണ് ഈ പറയുന്ന യൂണിഫോം ജോലി അല്ലെ. കോളേജിൽ 2 സ്റ്റാറൊക്കെ വെച്ച് നമ്മുടെ പോലീസ് ടീമിലൊക്കെ പോകാന്നൊക്കെ പറയുമ്പോൾ വളരെ അഭിമാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഈ പറയുന്ന ഒരു പോലീസാണ്, അവർ SI ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു ജാടയാണല്ലേ. അപ്പൊ അത്തരത്തില് ഈ സബ് ഇൻസ്പെക്ടറായിട്ടൊക്കെ ജോലിക്ക് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, ഈ പറയുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ ചുറ്റിനും ഉണ്ട്. അപ്പൊ അവർക്കുള്ള സന്തോഷ വാർത്തയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇത്രയും നാളായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എന്താണ്, നിങ്ങൾ കാത്തിരുന്ന ആ ജോലി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ജോലി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഓക്കെ, നിങ്ങളെ പരിഹസിച്ചവരായിക്കോട്ടെ, നിങ്ങളെ മാറ്റി നിർത്തിയവരായിക്കോട്ടെ, നിങ്ങളെ PSC പഠനത്തിൽ നിങ്ങളെ കളിയാക്കിയവരായിക്കോട്ടെ, അവർക്കെല്ലാം ചുട്ടമടി എന്താണ് മറുപടി നൽകാനുള്ള സമയം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ എന്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്.
ഓക്കെ, കാരണം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന സിലബസ് മറ്റു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഈ പറയും നമ്മളെ കളിയാക്കർക്ക് നല്ലൊരു മറുപടി കൊടുക്കണ്ടേ വേണ്ടേ. അപ്പൊ അത്തരത്തില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്, എക്സൈസ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട്, സബ് ഇൻസ്പെക്ടർ, SPSC പോലെ എക്സാമിനേഷൻസിന് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടെ ACED അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒറ്റ കോഴ്സ് 5 പരീക്ഷകൾ എന്ത് പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാനും, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകൾ, സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, മോട്ടിവേഷൻ സെക്ഷൻസ് നൽകുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ തോളത്ത് 2 സ്റ്റാറും അതേപോലെ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. സമയം നമുക്ക് എന്ത് ചെയ്യണ്ട, നോക്കിയിരിക്കേണ്ട അല്ലേ. അറിയാം, നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കടന്നു പോകേണ്ട സമയങ്ങളാണ്. അപ്പം ഇത്രയും തന്നെ നിങ്ങൾ സിലബസ് എല്ലാം പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് തന്നെ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പഠിക്കാനിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരമായിട്ടൊരു കാര്യമാണ്. എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക, നിങ്ങൾ ബേസ് സെറ്റ് ആയിക്കൊണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. നമ്മളൊരിക്കലും സമയം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തിരിക്കില്ല, അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. അതെന്താണ്, കിട്ടുന്ന സമയങ്ങളിൽ അല്ലേ, നമുക്കറിയാം ഒരു ചൂണ്ടക്കൊളുത്ത് കിട്ടിയാൽ തന്നെ നമുക്ക് അതിനകത്ത് പിടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ. എന്ത് കിട്ടിയാലും അതിനകത്ത് കയറി പിടിച്ച് നമ്മൾ കച്ചുതുരുമ്പാണെങ്കിലും പിടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി എന്ത് ചെയ്യണം, വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നല്ല രീതിയിൽ എന്താണ് ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പ്രിപ്പറേഷൻ എത്രത്തോളം നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നോ, അത് വെറുതെ സ്റ്റാർട്ട് ചെയ്താൽ പോരാ. എല്ലാവരും പ്രിപ്പയർ ചെയ്യും, വെറുതെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ, പോരാ. നല്ല അർപ്പണബോധത്തോട് കൂടി തന്നെ അല്ലെ, സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ, സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെ, റിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ അല്ലെ, നിങ്ങളുടെ സമയവും പ്രിസിഷനും ആക്യുറസിയും കൂട്ടിക്കൊണ്ട് അല്ലെ കാര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, കട്ട് ഓഫിന് മുകളിൽ ക്ലിയർ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കരസ്ഥമാക്കണം എന്നുള്ളതാണ്. അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ട് കഴിഞ്ഞാൽ അടുത്ത വട്ടം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ടോ സബ് ഇൻസ്പെക്ടർ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് പറ്റും, ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൗണ്ടർ ഇവിടെ തുടങ്ങുകയാണ് അല്ലെ. നിങ്ങൾ ആരായി തീരണോ എന്നുള്ളത് എന്താണ്, നിങ്ങൾ ഇവിടെ തുടങ്ങിയാണ്. നിങ്ങൾ തീരുമാനിക്കണം അല്ലെ, തോറ്റ് മുന്നോട്ട് മാറണോ അതോ മുന്നോട്ട് തന്നെ നീങ്ങണോ എന്നുള്ളത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഡീമോട്ടിവേറ്റഡ് ആകേണ്ട യാതൊരു ആവശ്യമില്ല, അല്ലെങ്കിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ACED അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല കോഴ്സോട് ബന്ധപ്പെട്ടോ ക്ലാസ്സോട് ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയങ്ങളെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തൊട്ട് താഴെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്ത് ഡൗട്ടോ സജഷനോ എന്തുണ്ടായാലും എന്ത് ചെയ്യും, നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ഡൗട്ട് സജഷനൊക്കെ എന്ത് ചെയ്യുക അവിടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാണ്, പഠിച്ചു തുടങ്ങുക. താങ്ക് യു.